വുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിലമ്പൂർ എന്നായിരുന്നു പണ്ട് ഈ കവാടത്തിൽ എഴുതി വച്ചിരുന്നത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പഠനയാത്രയായി സ്കൂളിൽ നിന്നും കുട്ടികളുമായി ഇവിടെ സന്ദർശിച്ചിരുന്നതായി ഓർക്കുന്നു. അന്ന് ഈ കവാടത്തിൽ സ്ഥാപിച്ച ബോർഡിൽ ഇപ്പോൾ കനോളി പ്ലോട്ട് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും മുന്തിയ തേക്കിൻ തടികൾ ചൂടുവെള്ളത്തിൽ ആവിയിൽ പുഴുങ്ങിയെടുത്ത് ലേസർ റേ ഉപയോഗിച്ച് ലൈൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് പീസ് ആക്കിയെടുക്കുന്നു. തേക്കിൻ തടി പാളികൾ വിനീർ എന്നറിയപ്പെടുന്നു. ഒരു അത്ഭുത കാഴ്ചയായിരുന്നു അത്. എല്ലാം ആധുനിക മിഷനറികൾ കൊണ്ട് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിച്ചിരുന്നു യന്ത്രങ്ങൾ. ലോകോത്തര നിലവാരമുള്ള വിനീർ അരീക്കോട് ഗവൺമെൻറ് ITIയിൽ പഠിച്ച് എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഈ വുഡ് ഇൻഡസ്ട്രീസിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടാൻ പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ടല്ലോ. സ്വകാര്യ പ്ലൈവുഡ് കമ്പനി മുതലാളിമാർക്ക് വേണ്ടി ആണ് ഇത് അടച്ചു പൂട്ടിയത് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഇന്ന് ഇതാ ഇവിടെ ഒരു പ്രേതാലയം പോലെ. മലപ്പുറം ജില്ലയിലെ വിരലിലെണ്ണാവുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു പൊതുമേഖല പ്രവർത്തിച്ച ഈ കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിലമ്പൂർ. ഇന്ന് അതൊരു അസ്ഥിപഞ്ജരമായി ഇവിടെ പേക്കോലമായി നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കോടികൾ വരുമാനം ഉണ്ടാക്കി തന്നിരുന്ന ഈ ഒരു കമ്പനി ലോകോത്തര ഒരു തരത്തിലുള്ള ഒരു വ്യവസായ സ്ഥാപനമായിരുന്നു. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. ജനലും വാതിലുകളുമെല്ലാം അടർന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഇന്നും വനം വകുപ്പിൻ്റെ കീഴിൽ ഉള്ള സ്ഥലം. ശാന്തസുന്ദരമായി ഒഴുകുകയാണ് മനോഹരിയായി സുന്ദരിയായി ചാലിയാർ. ഇവിടെ ചാലിയാറും കുതിരപ്പുഴയും സംഗമിക്കുന്ന സ്ഥലമാണ്. മനോഹരമായ കാഴ്ചകൾ നൽകി മന്ദം 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 ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാലിയാർ. ഇവിടെ രണ്ട് പുഴകൾ ഒന്നിച്ചു ചേരുകയാണ്. ചാലിയാറിൽ കുതിരപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഇതാ ഇവിടെ സംഗമിക്കുന്നു. നയനാനന്ദകരമായ കാഴ്ചകൾ. കണ്ടാലും കണ്ടാലും മതി തീരാത്ത, ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നതായ കാഴ്ചകൾ. നമ്മുടെ അവിടെ കനോലി കനാൽ ഉണ്ടാക്കിയത് അറിയാലോ, അത് മേൽമേടായിട്ടുള്ള കനാൽ, അങ്ങനത്തെ കനാൽ ഉണ്ടായിരുന്നില്ല, അത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ജലമാർഗ്ഗമാണ് ഈ സാധനങ്ങൾ പോയിട്ട്. അപ്പോൾ തേക്ക് മരങ്ങൾ ഇവിടെ നിന്ന് വെട്ടിയിട്ട് ഇതുപോലെ ചങ്ങാടത്തിൽ വെട്ടി കാടും പുഴയും ജലമാർഗ്ഗം വന്ന്
കാണാൻ പഠനയാത്രയുടെ പ്രസക്തി ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന് തെളിയിച്ച് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും അധ്യാപകരും മാതൃകയാകുന്നു ഇവിടെ. ക്ലാസ്സിൽ നിന്നും എങ്ങനെ എടുത്താലും പഠിപ്പിച്ചാലും കണ്ടു പഠിക്കുന്നതിൻ്റെ മേന്മ കൂടുതൽ തന്നെയാണ് എന്ന് ഇവർ തെളിയിക്കുന്നു. അവർക്കൊരു നല്ല കയ്യടി നൽകുന്നു. എ ബിഗ് സല്യൂട്ട്. അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങൾ മാതൃകാ പ്രവർത്തനമാണ് നടത്തുന്നത്.